വർക്കലയിലെ വെട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 5 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഷഹീർ ആമിന ദമ്പതികളുടെ മകൾ ഖൻസയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇന്നലെ നടന്ന സംഭവമാണിത്. ഫിഷർമാൻ കോളനിയിൽ നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ 1-ാം വാർഡിൽ, വെട്ടൂർ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ മദ്രസയിൽ നിന്ന് വന്ന കുട്ടീനെ തെരുവുനായി കൊച്ചിൻ്റെ വായും ചുണ്ടും കവിളും അതുപോലെ തന്നെ തുടയും ഒക്കെ കടിച്ച് ഇല്ലാതാക്കി. കൊച്ചു കുട്ടികൾ ഇതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വേറൊരു കൊച്ചിനെയും കടിച്ചു വലിച്ച നമ്മുടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ വന്നാൽ ഈ കൊച്ചു കുട്ടികളുടെ അവസ്ഥ എന്താവും? പട്ടിയാണ് ഇവിടെ വെച്ച് ആക്രമിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. എൻ്റെ ശരീരം മൊത്തം നശിച്ചു. എൻ്റെ വായും ചുണ്ടും കവളും മൊത്തം കടിച്ച് പറിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. എത്രയും പേര് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടും പട്ടി വിട്ടില്ല. ഇവിടെ ഇട്ടാണ് കടിച്ചത്. ഈ വീട്ടിലുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ച് കുഞ്ഞാണ്. ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, കടിയേറ്റു എന്നതാണ് ഈ പ്രതികരണം എന്ന് മനസ്സിലാകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഉത്തരവാദിത്തമാണല്ലോ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരുവുനായെ ഒഴിപ്പിക്കുക എന്നതൊക്കെ. പക്ഷെ അതൊന്നും എങ്ങും നടക്കാറില്ല. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? രതീഷ്, തദ്ദേശ വകുപ്പ് പറയുന്നതനുസരിച്ച് കൃത്യമായ രീതിയിൽ തെരുവുനായ ആക്രമണം തടയുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഓരോ സ്ഥലങ്ങളിലും ഇതാണ് അവസ്ഥ. ആവർത്തിച്ചാവർത്തിച്ച് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. കൃത്യമായി തെരുവുനായ ആക്രമണം തടയുന്നതിന് വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു തെരുവുനായ ആക്രമണം ഒരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആകെപ്പാടെ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ആ നായയെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് തിരിച്ച് വീണ്ടും അതേ സ്ഥലത്തേക്ക് വിടുക എന്നത് മാത്രമാണ്. അതൊരു ശാശ്വത പരിഹാരമല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മദ്രസയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ ആ ഇട റോഡിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായതും. മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്, ദേഹമാസകലം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയത് കൊണ്ടാണ് ജീവന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത്. നാട്ടുകാർ ഓടിയെത്തി ഈ തെരുവുനായി ഓടിച്ച് വിടുകയായിരുന്നു. ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഇപ്പോൾ ഏതായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുറിവുകൾ ഉണ്ട് എങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും വലിയ ഭീതിജനകമായ കാഴ്ചയായിരുന്നു ഏതായാലും നാട്ടുകാർ ആ സമയത്ത് കണ്ടത്. കാരണം കുഞ്ഞിനെ നായ വളഞ്ഞിട്ട് കടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ എത്തിയതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് തന്നെ. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ആവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യമാണ്. മിക്ക ദിവസങ്ങളിൽ സമാനമായ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതുകൂടി സജീവമായി പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. AK സ്റ്റെഫിനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.